നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭവനരഹിതർക്ക് 5465 വീടുകൾ നിർമ്മിച്ചു നൽകാൻ ജില്ലാ പഞ്ചായത്ത് ബജറ്റിൽ പദ്ധതി. ബജറ്റിൽ പുതിയ പദ്ധതികൾ ഒന്നുമില്ലെന്ന് പ്രതിപക്ഷം. തൃശൂരിന്റെ മുഖച്ഛായ മാറ്റുന്ന 185 കോടിയുടെ 5 പദ്ധതികൾക്ക് സർക്കാർ അംഗീകാരം നൽകിയതായി മേയർ രാജൻ ജെ പല്ലൻ. കോർപ്പറേഷൻ ബജറ്റിൽ ഏറെ സ്ഥാനം പിടിച്ചത് നേരത്തെ ചർച്ച ചെയ്തതും പ്രഖ്യാപിച്ചതുമായ പദ്ധതികൾ. കയ്പമംഗലത്ത് ഇടഞ്ഞ ആന പാപ്പാനെ കുത്തിക്കൊന്നു. കിണാശ്ശേരി പൂക്കോട്ടുകാവ് സ്വദേശി ശിവശങ്കരനാണ് മരിച്ചത്. ഇടഞ്ഞ ആന ക്ഷേത്രത്തിന് സമീപം നിർത്തിയിരുന്ന വാഹനങ്ങളും തകർത്തു. ജനതാദൾ യു നാട്ടിക മണ്ഡലം പ്രസിഡന്റ് ദീപകിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളും വലയിലായി. പ്രതികളുടെ അറസ്റ്റ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തും. കാണിപ്പയ്യൂരിൽ പെന്തക്കോസ്ത് സഭയുടെ പ്രാർത്ഥനാലയത്തിന് നേരെ ആക്രമണവും തീവയ്പും. കെട്ടിടത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന മാരുതി കാറും 2 ബൈക്കുകളും കത്തിനശിച്ചു. ലോകകപ്പിൽ നിന്ന് ഇന്ത്യ പുറത്തായി. 95 റൺസിന് ഇന്ത്യ ഓസ്ട്രേലിയയ്ക്ക് മുന്നിൽ കീഴടങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. ഭവനരഹിതർക്കും അംഗപരിമിതർക്കും കൃഷി, വെള്ളം, വിദ്യാഭ്യാസം എന്നിവയ്ക്കും ഊന്നൽ നൽകിയുള്ള തൃശൂർ ജില്ലാ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ഭവനരഹിതർക്കായി 5465 വീടുകൾ നിർമ്മിച്ചു നൽകും. അതേസമയം ബജറ്റ് നിരാശാജനകമാണെന്നും പുതിയ പദ്ധതികൾ ഒന്നുമില്ലെന്നും പ്രതിപക്ഷ ആരോപണം. 179,75,50,800 രൂപ വരവും 170,96,37,300 രൂപ ചെലവും 8,79,13,500 രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ ലീല സുബ്രഹ്മണ്യൻ അവതരിപ്പിച്ചത്. ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി IAY പദ്ധതിക്ക് 15,59,07,500 രൂപ, അംഗപരിമിതർക്ക് മുച്ചക്രവാഹനം നൽകുന്നതിനുള്ള സാന്ത്വന വാഹനം പദ്ധതിക്ക് 4 കോടി രൂപ, കൃഷിഫാമുകളുടെ വികസന പ്രവർത്തനങ്ങൾക്കും കൃഷിരീതികൾ വികസിപ്പിക്കുന്നതിനുമായി 1 കോടി രൂപ, കൃഷി, മൃഗസംരക്ഷണം അനുബന്ധ പരിപാടികൾക്കായി 9,87,60,000 രൂപ, ജലസമൃദ്ധി, ജലസേചന, കുടിവെള്ള പദ്ധതികൾക്കായി 18.39 കോടി രൂപ, സ്കൂളുകളിലെ വികസനത്തിനും വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനത്തിനുമായി 10 കോടിയോളം രൂപ, സുഹൃതം പദ്ധതിക്ക് 42 ലക്ഷം രൂപയും നന്മ പദ്ധതിക്ക് 5 ലക്ഷം രൂപയും SC/ST പദ്ധതികൾക്കായി 12.5 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ജില്ലാ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനായി 17 കോടി രൂപ, വിജ്ഞാൻ സാഗർ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപ, വനിതകളുടെയും കുട്ടികളുടെയും യുവജനങ്ങളുടെയും ക്ഷേമത്തിനായി 10 കോടിയോളം രൂപ, പെൺകുട്ടികൾക്കായി നടപ്പാക്കുന്ന 67 കൗൺസിലിംഗ് സെന്ററുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി 40,26,000 രൂപ, സ്നേഹസാന്ത്വനം പദ്ധതിക്കായി 9 ലക്ഷം രൂപ, ജങ്കാർ സർവീസിനായി 25 ലക്ഷം രൂപ എന്നിവയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അതേസമയം പഴയ കുപ്പിയിലെ പുതിയ വീഞ്ഞെന്നാണ് ബജറ്റിനെ പ്രതിപക്ഷം വിലയിരുത്തിയത്. വനിതകൾക്ക് നിർഭയ പദ്ധതി നടപ്പാക്കാനും നശിച്ചു കിടക്കുന്ന ചേലക്കര റൈസ് പാർക്കിന്റെ പുനരുജ്ജീകരണത്തിനുമായി ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് PK ഡേവിസ് പറഞ്ഞു. സ്കൂളുകളിലെ കമ്പ്യൂട്ടർ വിതരണം, വിജ്ഞാൻ സാഗർ പദ്ധതി, ജങ്കാർ വിഷയം എന്നിവയിലും പ്രതിപക്ഷം ആരോപണം ഉയർത്തി. അതേസമയം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ബജറ്റിനെ വെറുതെ പ്രതിപക്ഷം കുറ്റപ്പെടുത്തുകയാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ മറുപടി നൽകി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന മൃഗസംരക്ഷണ ഓഫീസർ KV ഹർഷന് യോഗത്തിൽ യാത്രയയപ്പ് നൽകി. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കോർപ്പറേഷൻ ജനറൽ ബജറ്റ് അവതരിപ്പിച്ചു. കാര്യമായ പുതുമയും അധിക ബാധ്യതകളുമില്ലാത്തതാണ് ബജറ്റ്. നിലവിലെ ഭരണസമിതിയുടെ അവസാന ബജറ്റാണ് ഡെപ്യൂട്ടി മേയർ PV സരോജിനി അവതരിപ്പിച്ചത്. മേയർ രാജൻ ജെ പല്ലൻ ആമുഖ പ്രഭാഷണം നടത്തി. നേരത്തെ ചർച്ച ചെയ്തതും പ്രഖ്യാപിച്ചതുമായ പദ്ധതികളാണ് ബജറ്റിൽ ഇടം പിടിച്ചതിലേറെയും. മാലിന്യ നിർമ്മാർജ്ജനം, ജംഗ്ഷൻ വികസനം, മാസ്റ്റർ പ്ലാൻ രൂപീകരണം, സ്വാശ്രയ കുടിവെള്ള പദ്ധതികൾ, ചേരി നിവാസികൾക്കുള്ള പുനരധിവാസം എന്നിവയിൽ കോർപ്പറേഷൻ അഭിമാനകരമായ വികസനം കൈവരിക്കാനായതായി മേയർ ആമുഖ പ്രഭാഷണത്തിൽ വ്യക്തമാക്കി. 381 കോടി 54 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജനറൽ ഫണ്ട് ബജറ്റാണ് അവതരിപ്പിച്ചത്. 63% പ്ലാൻ ഫണ്ട് കോർപ്പറേഷൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം ചിലവഴിച്ചതായും മറ്റ് കോർപ്പറേഷനുകളെ അപേക്ഷിച്ച് തൃശൂർ കോർപ്പറേഷനാണ് ഇക്കാര്യത്തിൽ മികവ് പുലർത്തിയതെന്നും മേയർ ചൂണ്ടിക്കാട്ടി. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുന്ന ബജറ്റാണ് കോർപ്പറേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്.
BOT, PPP മാതൃകയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. ശക്തൻ നഗറിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ മാതൃകയിൽ 450 കോടിയുടെ പദ്ധതി നടപ്പാക്കും. ആധുനിക ബസ് സ്റ്റാൻഡ്, വെജിറ്റബിൾ, നോൺ വെജിറ്റബിൾ മാർക്കറ്റ് എന്നീ പദ്ധതികൾ ലക്ഷ്യമിടുന്നുണ്ട്. സ്വകാര്യ പങ്കാളിത്തത്തോടെ ആധുനിക പാർക്കിംഗ് സംവിധാനം നടപ്പാക്കും. എയർ കണ്ടീഷൻ സംവിധാനമുള്ള ബസ് ഷെൽട്ടറുകൾ, മണ്ണുത്തി പുതിയ ബസ് സ്റ്റാൻഡ്, സർക്കാർ സഹായത്തോടെ പുഴയ്ക്കൽ മൊബിലിറ്റി ഹബ്ബ്, ശക്തൻ പ്രിയദർശിനി സ്റ്റാൻഡ് നവീകരണം, ആധുനിക ഫ്രൂട്ട്സ് മാർക്കറ്റ്, ജനകീയ കുടിവെള്ള പദ്ധതികൾ, മൊബൈൽ മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ, ഭവന പദ്ധതികൾ, അടാട്ട് മാതൃകയിൽ സമഗ്ര ഇൻഷുറൻസ് പദ്ധതി, അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി സുരക്ഷിത താവളം, നെഹ്റു പാർക്ക് വികസനം, കോർപ്പറേഷൻ സേവനത്തിന് ഓൺലൈൻ സംവിധാനം എന്നിവ നടപ്പാക്കുമെന്ന് ബജറ്റിൽ പറയുന്നു. തൃശൂരിനെ വൈഫൈ നഗരമാക്കുന്ന പദ്ധതി, കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ പരിപാലനം, ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ, പുലിക്കളിക്ക് സമാനമായ കുമ്മാട്ടി മഹോത്സവം, അർബൻ 2020 പദ്ധതി രൂപരേഖ, കൊക്കാലയിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നിവയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രധാന പദ്ധതികളാണ്. ന്യൂസ് ഡെസ്ക് TCV. എലിവേറ്റഡ് റോഡടക്കമുള്ള സ്വപ്ന പദ്ധതികൾ അർബൻ 2020 പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോർപ്പറേഷൻ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. തൃശൂരിന്റെ മുഖച്ഛായ മാറ്റുന്ന 185 കോടിയുടെ 5 പദ്ധതികൾക്കാണ് സർക്കാർ അംഗീകാരം നൽകിയിട്ടുള്ളത്. നിലവിലെ റോഡുകൾക്ക് മുകളിൽ നിർമ്മിക്കുന്ന എലിവേറ്റഡ് പാതകൾക്കായി 50 കോടി രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. തോപ്പിൻമൂലയുടെയും വഞ്ചിക്കുളത്തിൻ്റെയും പുനരുദ്ധാരണത്തിനായി 20 കോടിയുടെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ആധുനിക അറവുശാലകൾക്കായി 10 കോടിയുടെ പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട്. വികേന്ദ്രീകൃത മലിനജല പരിപാലനത്തിനായി 100 കോടി രൂപയുടെ പദ്ധതിയാണ് സമർപ്പിച്ചിട്ടുള്ളത്. സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയിലെ ആസിഡ് മാലിന്യ നിർമ്മാർജ്ജനത്തിനായി 5 കോടിയുടെ പദ്ധതിക്കും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ടൂറിസ്റ്റ് റിസപ്ഷൻ കൗണ്ടർ, കുറിഞ്ഞാക്കൽ തുരുത്ത് മേഖലയിൽ പാർക്ക്, ബോട്ടിംഗ് സർവീസ്, ക്യാമറ സംവിധാനങ്ങൾ എന്നിവയും വിഭാവനം ചെയ്തിട്ടുണ്ട്. നിലവിലെ ജംഗ്ഷൻ വികസനം കഴിഞ്ഞാൽ MG റോഡ്, ദിവാൻജിമൂല, റെയിൽവേ മേൽപ്പാലം റോഡ്, പടിഞ്ഞാറേക്കോട്ട, വെളിയന്നൂർ, തോപ്പിൻമൂല, ചെമ്പൂക്കാവ്, അമ്പക്കാടൻ ജംഗ്ഷൻ, ചെട്ടിയങ്ങാടി, ശങ്കരൻകുളങ്ങര എന്നീ മേഖലകൾ വികസിപ്പിക്കാനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ശക്തൻ നഗറിൽ കോർപ്പറേഷൻ ആസ്ഥാന മന്ദിരം, ബസ് ടെർമിനൽ, ഷോപ്പിംഗ് കോംപ്ലക്സ്, ഗ്രീനറി സിറ്റി, കൾച്ചറൽ സെന്റർ, അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സിസ്റ്റം, വെജിറ്റബിൾ, ഫിഷ്, മീറ്റ് മാർക്കറ്റുകൾ, ഓപ്പൺ സ്റ്റേജ്, ശക്തൻ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ ഫ്ലൈ ഓവർ എന്നിങ്ങനെയുള്ള സ്വപ്ന പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. 700 കോടി ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്കായി 7 സ്വകാര്യ കമ്പനികൾ പങ്കാളിത്തം വാഗ്ദാനം ചെയ്തതായും ബജറ്റിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് TCV. വിവിധ വിഭാഗങ്ങൾക്കായി കോർപ്പറേഷൻ ബജറ്റിൽ പ്രത്യേക പദ്ധതികളും തുകകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 60 ലക്ഷം രൂപയുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പദ്ധതി, കൃഷിക്കായി 100 കോടിയുടെ പദ്ധതി, കോൾ മേഖലയെ മാലിന്യ വിമുക്തമാക്കാൻ കൊക്കാലിയിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ജൈവ പച്ചക്കറി മട്ടുപാവ് കൃഷി പദ്ധതി, കറവുമാടുകളെ വാങ്ങുന്നതിനും മത്സ്യകൃഷിക്കുമായി പ്രത്യേക ഫണ്ട്, കുടിവെള്ള പദ്ധതികൾക്കായി 10 കോടി, മഴവെള്ള സംഭരണികൾക്കായും പ്രത്യേക പദ്ധതി, മുതിർന്ന പൗരന്മാർക്ക് ആരോഗ്യ സുരക്ഷാ പദ്ധതി, അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് സുരക്ഷാ താവളം, തെരുവ് നായ്ശല്യം പരിഹരിക്കാനായി ABC എൻഡ് പദ്ധതികൾ, പറവട്ടാനി പടിഞ്ഞാറേക്കോട്ട സ്റ്റേഡിയം നിർമ്മാണത്തിനായി പ്രത്യേക പദ്ധതി, വിദ്യാഭ്യാസ മേഖലയ്ക്ക് 2 കോടി സഹായം, മാലിന്യ സംസ്കരണ പദ്ധതികൾക്ക് 10 കോടി, ഭവനരഹിതരില്ലാത്ത നഗരം എന്ന പദ്ധതി, കാന തോട് സംരക്ഷണത്തിനായി 15 കോടി, പാലങ്ങളുടെ നിർമ്മാണത്തിനായി 10 കോടി, പൂത്തോൾ മേൽപ്പാലം, കുണ്ടുവാറ പാലം, കുന്നത്തുംകര പാലം എന്നിവ നിർമ്മിക്കും. വഴിയോര കച്ചവടക്കാർക്ക് പുനരധിവാസ പദ്ധതി, പാർക്കുകളുടെ നവീകരണത്തിനായി 5 കോടി, ജംഗ്ഷൻ വികസനത്തിനായി 15 കോടി, റോഡ് നവീകരണം, നഗര സൗന്ദര്യവൽക്കരണം എന്നിവയ്ക്കായി 15 കോടി രൂപ വീതവും വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. പുതിയ 110 kV സബ്സ്റ്റേഷനും സോളാർ സിറ്റി എന്ന ആശയവും അടക്കമുള്ള പദ്ധതികളാണ് കോർപ്പറേഷന്റെ വൈദ്യുതി ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. മുഴുവൻ തെരുവ് വിളക്കുകളും LED സംവിധാനത്തിലേക്ക് മാറ്റും. നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് 110 kV സബ്സ്റ്റേഷൻ സ്ഥാപിക്കും. സോളാർ എനർജിക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതി ജയ്ഹിന്ദ് ബിൽഡിംഗിലും തുടർന്ന് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലും നടപ്പാക്കും. ഓൺലൈൻ പേയ്മെന്റ്, പേപ്പർലെസ് ഓഫീസ് എന്നീ പദ്ധതികൾ നടപ്പാക്കും. വൈദ്യുതി വിഭാഗത്തിനായി വിഷൻ 2020 എന്ന പേരിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. GPRS സംവിധാനമുള്ള HT മീറ്ററുകൾ സ്ഥാപിച്ച് ബില്ലിംഗ് സമ്പ്രദായം കുറ്റമറ്റതാക്കും. സോളാർ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് സബ്സിഡി നടപ്പാക്കും. കോർപ്പറേഷൻ കൗൺസിൽ ഹാളിന് പുറകിൽ വൈദ്യുതി വിഭാഗത്തിന് പുതിയ കെട്ടിടത്തിനായി 10 കോടിയും വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. കയ്പമംഗലം ചളിങ്ങാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശീവേലി എഴുന്നള്ളിപ്പിനിടെ ഇടഞ്ഞ ആന പാപ്പാനെ കുത്തിക്കൊന്നു. ഒന്നാം പാപ്പാൻ പാലക്കാട് കിണാശ്ശേരി പൂക്കോട്ടുകാവ് പൂവത്തിങ്കൽ 64 വയസ്സുള്ള ശിവശങ്കരനാണ് മരിച്ചത്.
മുള്ളത്ത് വിജയകൃഷ്ണൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് 3 ആനകളോടുകൂടിയുള്ള ശീവേലി എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് കോലം ഇറക്കി വയ്ക്കുന്നതിനായി ക്ഷേത്രനടയിലേക്ക് കൊണ്ടുവന്ന ആന പാപ്പാനെ തുമ്പിക്കൈ കൊണ്ട് തട്ടിയിട്ട് കുത്തുകയായിരുന്നു. കഴുത്തിനും വയറിനും കുത്തേറ്റ പാപ്പാനെ ആദ്യം 3 പീടികയിലെ ഗാർഡിയൻ ആശുപത്രിയിലും തുടർന്ന് ജൂബിലി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആന ഇടഞ്ഞതിനെ തുടർന്ന് ക്ഷേത്രത്തിനകത്തും പുറത്തുമുണ്ടായിരുന്ന ജനങ്ങൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. മറ്റ് 2 ആനകളെ ഉടൻ തന്നെ തൊട്ടടുത്ത പറമ്പുകളിലേക്ക് മാറ്റി. ഇടഞ്ഞ ആനയുടെ മുകളിൽ കോലം പിടിച്ചിരുന്ന മതിലകം സ്വദേശി ഐനിക്കൽ ദിലീപ് 15 മിനിറ്റിന് ശേഷം മരത്തിന് മുകളിൽ ചാടിക്കയറി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ക്ഷേത്രവളപ്പിൽ ഓടി നടന്ന ആന ക്ഷേത്രത്തിന്റെ മേൽക്കൂരയും ഊട്ടുപുരയും ക്ഷേത്രവളപ്പിൽ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷയും ഇരുചക്ര വാഹനങ്ങളും തകർത്തു. ക്ഷേത്രപ്പറമ്പിലെ ഫലവൃക്ഷങ്ങളും പിഴുതെറിഞ്ഞു. 1.5 മണിക്കൂറോളം പരിഭ്രാന്തി പരത്തിയ ആനയെ തൃശൂരിൽ നിന്നുള്ള എലിഫന്റ് സ്ക്വാഡ് എത്തിയാണ് തളച്ചത്. സംഭവത്തെ തുടർന്ന് ആഘോഷ ചടങ്ങുകൾ നിർത്തിവെച്ചു. മതിലകം പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. ജനതാദൾ യു നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പെരിങ്ങോട്ടുകര കരിവാങ്കുളം സ്വദേശി PG ദീപകിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളും വലയിലായി. പ്രതികളുടെ അറസ്റ്റ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തും. ഇരിങ്ങാലക്കുട DYSP PA വർഗീസ്, ചേർപ്പ് CI KC സേതു എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസന്വേഷണം നടക്കുന്നത്. ചൊവ്വാഴ്ച രാത്രിയാണ് പഴുവിലിൽ റേഷൻ കട നടത്തുന്ന ദീപകിനെ വാനിലെത്തിയ 4-അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം കാട്ടൂർ കരാഞ്ചിറ പാലത്തിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. കുന്നംകുളം കാണിപ്പയ്യൂരിൽ പെന്തക്കോസ്ത് സഭയുടെ പ്രാർത്ഥനാലയത്തിന് നേരെ ആക്രമണവും തീവയ്പും. കെട്ടിടത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന മാരുതി കാറും 2 ബൈക്കുകളും കത്തിനശിച്ചു. പ്രാർത്ഥനാലയത്തിന്റെ മുൻവശത്തെ ഷീറ്റുകൾ കത്തിനശിച്ച നിലയിലാണ്. വ്യാഴാഴ്ച പുലർച്ചെ 2ഓടെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ എന്ന പ്രാർത്ഥനാലയത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. പ്രാർത്ഥനാലയത്തിന് സമീപമുള്ള വീട്ടിൽ താമസിച്ചിരുന്ന പാസ്റ്റർ ഇമ്മാനുവലും ഭാര്യ റെയ്സിയുമാണ് തീ പടരുന്നത് കണ്ടത്. സംഭവമറിഞ്ഞ് ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ വീട്ടുകാർ തീയണച്ചു. ഇതുമൂലം സമീപത്തുള്ള വീടുകളിലേക്ക് തീ പടർന്നില്ല. 1983 പ്രാർത്ഥനാലയം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാ വർഷവും വേനലവധിക്കാലത്ത് ഇവിടെ വൊക്കേഷണൽ ബൈബിൾ സ്കൂൾ ക്ലാസ് നടത്താറുണ്ട്. അന്യമതസ്ഥർ ഉൾപ്പെടെ 300ഓളം കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ വർഷം ബൈബിൾ ക്ലാസ് നടത്തരുതെന്ന് പാസ്റ്റർ ഇമ്മാനുവലിനോട് RSS പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു. ഈ വർഷത്തെ ബൈബിൾ ക്ലാസ് അടുത്ത മാസം 6-ന് തുടങ്ങാനിരിക്കെയാണ് പ്രാർത്ഥനാലയത്തിന് നേരെ ആക്രമണവും തീവയ്പും ഉണ്ടായത്. സംഭവമറിഞ്ഞ് ബാബു M പാലിശ്ശേരി MLA, കോൺഗ്രസ് നേതാവ് KC ബാബു, നഗരസഭാ ചെയർമാൻ CK ഉണ്ണികൃഷ്ണൻ, CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി TK വാസു, വാർഡ് കൗൺസിലർ ജയ്സിംഗ് കൃഷ്ണൻ എന്നിവർ സ്ഥലത്തെത്തി. കുന്നംകുളം SI ദിലീപിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഭവസ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി. കുന്നംകുളത്ത് പെന്തക്കോസ്ത് സഭയുടെ പ്രാർത്ഥനാലയത്തിന് തീവച്ച സംഭവത്തിൽ പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് റൂറൽ SP N വിജയകുമാർ അറിയിച്ചു. സംഭവസ്ഥലം സന്ദർശിച്ച SP പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ DYSPക്ക് നിർദ്ദേശം നൽകി. DYSP KK രവീന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. സംഭവസ്ഥലം ഫോറൻസിക് വിദഗ്ധരും സയന്റിഫിക് അസിസ്റ്റന്റും സന്ദർശിച്ച് തെളിവുകൾ ശേഖരിച്ചു. ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി മുഹമ്മദ് നിസാമിനെ തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നമ്പർ 1 കോടതിയിൽ ഹാജരാക്കി. തൃശൂരിൽ വനിതാ SI കാറിൽ പൂട്ടിയിട്ട കേസിലാണ് നിസാമിനെ കോടതിയിൽ ഹാജരാക്കിയത്. നിസാമിനെ കോടതിയിൽ കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ മാധ്യമപ്രവർത്തകർ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു. ഇത് നേരിയ ബലപ്രയോഗത്തിനിടയാക്കി. ചന്ദ്രബോസ് വധക്കേസ് പ്രതി മുഹമ്മദ് നിസാമിനെ വീണ്ടും പോലീസിന്റെ വഴിവിട്ട സഹായം. തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1-ാം നമ്പർ കോടതിയിൽ ഹാജരാക്കിയ നിസാമിന്റെ കൈവിലങ്ങുകൾ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് മറച്ചതാണ് വിവാദമാകുന്നത്. ചന്ദ്രബോസ് വധക്കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ നിസാമിനെ ഹാജരാക്കിയപ്പോൾ കൈവിലങ്ങുകൾ മറയ്ക്കാൻ പോലീസ് സഹായം ചെയ്തതായി ആരോപണം ഉയർന്നിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയാണ് വ്യാഴാഴ്ച മറ്റൊരു കേസിൽ തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1-ാം നമ്പർ കോടതിയിൽ ഹാജരാക്കിയപ്പോഴും നിസാമിന്റെ കൈവിലങ്ങുകൾ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് മറച്ചത്. നിസാമിന്റെ ആവശ്യപ്രകാരമാണിതെന്നാണ് സൂചന. തൃശൂരിലെയും കണ്ണൂരിലെയും AR ക്യാമ്പുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത്. മതിയായ സുരക്ഷയില്ലാതെ നിസാമിനെ കണ്ണൂരിൽ നിന്ന് തൃശൂരിലെത്തിച്ച സംഭവം ഏറെ വിവാദമായിരുന്നു. കൂടാതെ നിസാമിനെ പോലീസ് വഴിവിട്ട് സഹായിച്ചുവെന്ന് നേരത്തെയും ആക്ഷേപമുയർന്നിരുന്നു. കൊല്ലപ്പെട്ട സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിന്റെ വസ്ത്രങ്ങൾ കത്തിച്ചതും ജയിലിൽ നിസാമിന് ബിരിയാണി നൽകിയതോടൊപ്പം സുഖസൗകര്യങ്ങൾ നൽകിയെന്ന ആരോപണവും തെളിവെടുപ്പിനായി നിസാമിനെ ബാംഗ്ലൂർ, തിരുനെൽവേലി എന്നിവിടങ്ങളിൽ കൊണ്ടുപോയപ്പോൾ പോലീസ് ഫോൺ ചെയ്യാൻ അവസരമൊരുക്കിയതും ഏറെ വിവാദമായ സംഭവങ്ങളാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിസാമിന്റെ സാമ്പത്തിക സ്വാധീനത്തിന് വഴങ്ങി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിന്മേൽ തൃശൂർ വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. നിസാമിനെ വിവിധ കോടതികളിൽ ഹാജരാക്കുമ്പോഴും
പ്രതിയുടെ ചിത്രം പകർത്താൻ അനുവദിക്കാതിരിക്കുകയും മാധ്യമപ്രവർത്തകരെ തടയാൻ ശ്രമിക്കുകയും ചെയ്ത പോലീസ് തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1-ാം നമ്പർ കോടതിയിൽ ഇയാളെ ഹാജരാക്കിയപ്പോഴും മാധ്യമപ്രവർത്തകരെ തടയാൻ ശ്രമിച്ചത് നേരിയ ബലപ്രയോഗത്തിന് ഇടയാക്കി. കോടതിയിൽ ഹാജരാക്കിയ നിസാമിനെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. TCV ന്യൂസ്, തൃശൂർ. വെള്ളാങ്കല്ലൂരിൽ വീട് കയറി ആക്രമണം നടത്തിയ 6-അംഗ ഗുണ്ടാ സംഘത്തെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പന്തല്ലൂർ ഹരിതനഗർ സ്വദേശി മാടാനി വീട്ടിൽ ജിജോ, കൊടകര സ്വദേശി കാരയിൽ വീട്ടിൽ യദുപ്രകാശ്, എലിഞ്ഞിപ്ര സ്വദേശി കാര്യാടൻ വീട്ടിൽ ഷാരോൺ, കൊടകര കാവിൽപ്പടം സ്വദേശികളായ ഐശ്വര്യ വീട്ടിൽ സൂരജ് കുമാർ, മാളിയേക്കൽ വീട്ടിൽ എഡ്വിൻ, വടക്കുടൻ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരെയാണ് SI MJ ജിജോയും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട തരണനെല്ലൂർ കോളേജിലെ വിദ്യാർത്ഥിനിയോട് നെല്ലായി സ്വദേശിയായ രൂപക് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു. ഇത് നിരസിച്ച പെൺകുട്ടിയെ ഇയാൾ മുഖത്തടിച്ചു. പെൺകുട്ടി കാര്യം വീട്ടിൽ അറിയിച്ചതിനെ തുടർന്ന് സഹോദരൻ രൂപകിന്റെ വീട്ടുകാരെ വിവരം ധരിപ്പിച്ചു. ഇതിന്റെ വൈരാഗ്യത്തിൽ കൊട്ടേഷൻ സംഘവുമായി എത്തി പെൺകുട്ടിയുടെ വീട് രൂപക് ആക്രമിക്കുകയായിരുന്നു. യദുപ്രകാശിനെ ആക്രമണത്തിനിടയിൽ വെട്ടേറ്റിരുന്നു. സംഘത്തിലെ യദുപ്രകാശും ജിജോയും ഒഴികെയുള്ളവർ വിദ്യാർത്ഥികളാണ്. നിരവധി കേസുകളിൽ പ്രതിയായ ജിജോയെ കഴിഞ്ഞ ദിവസം കരുവന്നൂരിൽ മാരകായുധങ്ങളും നാടൻ ബോംബുമായാണ് പിടികൂടിയത്. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞത്. കേസിൽ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. തീപ്പൊള്ളലേറ്റവർക്ക് മുക്തിയുടെ മൃതസഞ്ജീവനിയുമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ആയിരക്കണക്കിന് ആളുകൾക്കാണ് രവിനന്ദനൻ പിള്ള പുതുജീവൻ നൽകിയത്. രാമവർമ്മപുരം പോലീസ് ക്യാമ്പിലെ SI രവിനന്ദനൻ പിള്ളയ്ക്ക് ചികിത്സാരംഗത്ത് എന്ത് കാര്യം എന്ന സംശയം സ്വാഭാവികം മാത്രം. പക്ഷേ ഈ SI ചികിത്സിച്ച് ഭേദമാക്കിയവർക്ക് ഇദ്ദേഹം പോലീസോ വൈദ്യനോ അല്ല. ദൈവതുല്യമാണ് മനസ്സിൽ സ്ഥാനം. പുതുക്കാട് നെടുമ്പാൾ സ്വദേശി രവിനന്ദനൻ പിള്ളയുടെ കയ്യിലുള്ള മരുന്നിന്റെ കൂട്ടിനെ വിലമതിക്കാനാവില്ല. തീപ്പൊള്ളലേറ്റ ആയിരക്കണക്കിന് ആളുകളെയാണ് ഇദ്ദേഹം ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുള്ളത്. പാരമ്പര്യ വൈദ്യന്മാരായ മുൻ തലമുറയിൽ നിന്നും പകർന്നു കിട്ടിയ പുണ്യം യൂണിഫോം ധരിച്ചപ്പോഴും രവിനന്ദനൻ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നു. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ 13 ഇനം പച്ചമരുന്ന് ചേർത്തുള്ള കൂട്ടാണ് രവിനന്ദനന്റെ കയ്യിലുള്ളത്. ചികിത്സയെ പണം സമ്പാദിക്കാനുള്ള മാർഗമായി കാണാത്ത രവിനന്ദനൻ ആയിരങ്ങളെ തന്റെ ഔഷധക്കൂട്ടുകൊണ്ട് സുഖപ്പെടുത്തി. പലരെയും മരണമുഖത്ത് നിന്ന് പോലും രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു. തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു 10 കൊല്ലമായിട്ട് ഞാൻ തീപ്പൊള്ളലിൻ്റെ ചികിത്സ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു 30,000 വരെ ആൾക്കാരെ ചികിത്സിച്ചിട്ടുണ്ട്. അതിൽ ആർക്കും ഇതുവരെ ഒരു മരണം സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഈ മാസം തന്നെ ഒരു 6 കുട്ടികൾ, പിന്നെ 3 വലിയ ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെ ചികിത്സിച്ചു. അവർക്കൊക്കെ സുഖമായി, ഒരു കുഴപ്പമില്ലാണ്ട്, ഒരു പാട് പോലും ഇല്ലാണ്ട് സുഖമായി മാറിപ്പോയിട്ടുണ്ട്. ചികിത്സയ്ക്ക് ശേഷം തീപ്പൊള്ളലിന്റെ ഒരു പാട് പോലും ശരീരത്തിൽ ശേഷിക്കില്ല. കുണ്ടന്നൂർ സ്വദേശിയുടെ മാരകമായ തീപ്പൊള്ളലിനും ചികിത്സ രവിനന്ദന്റേതായിരുന്നു. പോലീസ് ജോലിയുടെ തിരക്കും വൈദ്യവൃത്തിയും കഴിഞ്ഞ് ഒരു കലാകാരന്റെ സമയവും ഇദ്ദേഹം കണ്ടെത്തുന്നു. അറിയപ്പെടുന്ന ശാസ്താംപാട്ട് കലാകാരൻ കൂടിയാണ് രവിനന്ദനൻ. രവിനന്ദനന്റെ നമ്പർ 9446095216. TCV, തൃശൂർ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മുല്ലപ്പള്ളി ഗോവിന്ദൻകുട്ടി നായർ സ്മാരക പുരസ്കാരം പെരുവനം ആറാട്ടുപുഴ സെൻട്രൽ കമ്മിറ്റി സ്ഥാപക പ്രവർത്തകൻ DM കുന്നത്തിനെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ സമർപ്പിച്ചു. ആറാട്ടുപുഴ ക്ഷേത്രാങ്കണത്തിൽ നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി V രാജലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. EV കൃഷ്ണൻ നമ്പൂതിരി, TK വിജയരാഘവൻ, M രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ലോകകപ്പ് ക്രിക്കറ്റ് വിശേഷങ്ങളിലേക്ക്. ലോകകപ്പ് ക്രിക്കറ്റ് വിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡ്രീം വിങ്സ് ട്രെയിനിംഗ് അക്കാദമി. ഫൈനൽ ആതിഥേയരുടെ പോരാട്ടത്തിന് വിട്ടുകൊടുത്ത് ടീം ഇന്ത്യ വിടവാങ്ങി. തോൽവിയറിയാതെ ലോകകപ്പ് സെമി ഫൈനലിലെത്തിയ ഇന്ത്യ ആരാധകരെ നിരാശരാക്കിക്കൊണ്ടാണ് മടങ്ങുന്നത്. പ്രതികൂല ചരിത്രം തിരുത്തിക്കുറിക്കാനുള്ള ചങ്കൂറ്റം കാട്ടാതെ ടീം ഇന്ത്യ പത്തിമടക്കി. ഒരൊറ്റ ദിവസം കൊണ്ട് പ്രതാപം നഷ്ടപ്പെട്ട പഴയ അവസ്ഥയിലേക്ക് ഇന്ത്യൻ ടീം കൂപ്പുകുത്തിയത് അവിശ്വസനീയമായാണ് ആരാധകർ ഏറ്റുവാങ്ങിയത്. ധോണിയുടെ നേതൃത്വത്തിലുള്ള ടീം ലോകകപ്പിന് മുൻപ് വരെ ഉണ്ടായിരുന്ന മോശം ഫോമിലേക്ക് എടുത്തെറിയപ്പെട്ട മത്സരം കൂടിയായിരുന്നു ഇത്. ബാറ്റിംഗിലും ബൗളിംഗിലും ഫീൽഡിംഗിലും ഒരുപോലെ തിളങ്ങിയ ടീം കോമ്പിനേഷൻ ഓസ്ട്രേലിയയുടെ പ്രൊഫഷണലിസത്തിന് മുന്നിൽ അടിയറ വയ്ക്കുകയായിരുന്നു. ടോസ് നഷ്ടമായത് മുതൽ തുടങ്ങുന്നു ഇന്ത്യൻ ടീമിന്റെ ദൗർഭാഗ്യം. ബൗളർമാർക്ക് കാര്യമായൊന്നും ചെയ്യാനാകാതെ പോയപ്പോൾ 328 റൺസ് എന്ന ഉയർന്ന സ്കോറിലേക്ക് ഓസ്ട്രേലിയ കുതിച്ചു. സെഞ്ചുറി നേടിയ സ്റ്റീവൻ സ്മിത്തും 81 റൺസ് എടുത്ത ആരോൺ ഫിഞ്ചുമാണ് ഓസ്ട്രേലിയയ്ക്ക് ഉയർന്ന സ്കോർ സമ്മാനിച്ചത്. ഉമേഷ് യാദവ് 4 വിക്കറ്റ് കരസ്ഥമാക്കിയെങ്കിലും റണ്ണൊഴുക്ക് തടയാനായില്ല. ഉയർന്ന സ്കോർ പിന്തുടരാനെത്തിയ ടീം ഇന്ത്യയുടെ ശരീരഭാഷ തന്നെ പരാജയം സമ്മതിച്ചവരുടേതായിരുന്നു. പൊരുതി തോൽക്കാനുള്ള ആർജവം ധോണിയൊഴികെ ആരും തന്നെ പ്രകടമാക്കിയില്ല എന്നതാണ് ഏറെ ഖേദകരം. 13 പന്തിൽ നിന്ന് 1 റൺസ് മാത്രമെടുത്ത് മോശം ഷോട്ടിൽ പുറത്തായ വിരാട് കോഹ്ലിയുടെ പതനമായിരുന്നു ഏറെ നിരാശകരം.
കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് നഷ്ടമായതോടെ ഹൃദയം തകർന്ന അവസ്ഥയിലായി ക്രിക്കറ്റ് പ്രേമികൾ. ഒടുവിൽ ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ് കളിച്ച ധോണിയും കീഴടങ്ങിയതോടെ സ്വയം പഴിച്ചും നിരാശ പരസ്യമായി പ്രകടമാക്കിയും ആരാധകർ കളമൊഴിഞ്ഞു. സിഡ്നിയുടെ ചരിത്രത്തിൽ 14 ഏകദിനങ്ങളിൽ 2 മാത്രമേ ഇന്ത്യക്ക് ഓസ്ട്രേലിയയോട് വിജയിക്കാനായിട്ടുള്ളൂ. ലോകകപ്പിൽ ഇന്ത്യ ഓസ്ട്രേലിയയുമായി 10 തവണ ഏറ്റുമുട്ടിയപ്പോഴും 7 തവണയും ഓസീസിനായിരുന്നു ജയം. അനുകൂലമായ ചരിത്രത്തെ കൂട്ടുപിടിച്ച് ഓസ്ട്രേലിയ 7ാം ലോകകപ്പ് ഫൈനലിലേക്ക് ചുവടുവെച്ചു. 1987, 99, 2003, 2007 എന്നിങ്ങനെ 4 ലോകകപ്പുകളിൽ ജേതാക്കളായ ചരിത്രമാണ് ഓസീസിനുള്ളത്. 1975, 96 എന്നീ കാലഘട്ടങ്ങളിൽ ഓസീസ് റണ്ണേഴ്സപ്പായി. ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമായി നടക്കുന്ന ലോകകപ്പിൽ ആതിഥേയർ തമ്മിലുള്ള ഫൈനലിനായിരിക്കും ക്രിക്കറ്റ് പ്രേമികൾ സാക്ഷ്യം വഹിക്കുക. വേൾഡ് കപ്പ് ഡെസ്ക് TCV. ലോകകപ്പ് ക്രിക്കറ്റ് വിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Dream Wings Training Academy. സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിക്കെതിരെ വിജിലൻസ് കേസ്. അക്കാദമി വളപ്പിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് നടപടിക്രമങ്ങൾ പാലിക്കാതെ കരാർ നൽകിയെന്നതിന്റെ പേരിൽ മുൻ സെക്രട്ടറി C. രാവുണ്ണിക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്ത് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. തൃശൂരിലെ ഷാ അഡ്വർടൈസിംഗ് ഉടമ AK നൂറുദ്ദീൻ ഷാക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ 2010-2011 കാലഘട്ടത്തിൽ അനുമതി നൽകിയതിലൂടെ സർക്കാരിന് ലക്ഷങ്ങൾ നഷ്ടം സംഭവിച്ചുവെന്നാണ് കേസ്. സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നതിനു വേണ്ടി രാവുണ്ണിയും നൂറുദ്ദീനും ഗൂഢാലോചന നടത്തിയെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞതായി വിജിലൻസ് DYSP A. രാമചന്ദ്രൻ അറിയിച്ചു. മാർ അപ്രയം മെത്രോപൊലിത്തയ്ക്ക് ആഗോള സഭയുടെ താൽക്കാലിക ചുമതല. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ മാർ ദിൻഹാനാലാമൻ കമോലിക്കോസ് പാത്രിയാർക്കീസ് ബാവ രോഗബാധിതനായി ചികിത്സയിൽ കഴിയുന്നതിനാലാണ് കൽദായ സുറിയാനി സഭ ഭാരതസഭയുടെ മേലധ്യക്ഷൻ ഡോക്ടർ മാർ മെത്രോപൊലിത്തയെ പാത്രിയാർക്കൽ വികാറായി തിരഞ്ഞെടുത്തത്. അമേരിക്കയിൽ നടന്ന സഭയുടെ അടിയന്തര സിനോദോസാണ് തിരഞ്ഞെടുത്തത്. അടുത്ത പാത്രിയാർക്കീസിനെ തിരഞ്ഞെടുത്ത് സ്ഥാനാരോഹണം നടക്കുന്നതുവരെ ആഗോള സഭയുടെ ഭരണ ചുമതല മാർ അപ്രയം മെത്രോപൊലിത്ത നിർവഹിക്കും. RSSനെതിരെ ബിഷപ്പ് മാർ പൗവത്തിൽ നടത്തിയ വിവാദ പരാമർശത്തെ തുടർന്ന് ജില്ലയിലെ RSS നേതാക്കൾ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. ബിഷപ്പ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ RSS ക്രാന്ത സഹകാര്യവാഹ് PN ഈശ്വരൻ, BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, BMS അഖിലേന്ത്യാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സജി നാരായണൻ, BMS ജില്ലാ വൈസ് പ്രസിഡന്റ് TC സേതുമാധവൻ എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. കാണാതായ ഗൃഹനാഥനെ ദ്വാരക ബീച്ചിലെ കാറ്റാടി മരങ്ങൾക്കിടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വിശ്വനാഥ ക്ഷേത്രത്തിനടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ദ്വാരക ബീച്ചിനടുത്തുള്ള കണ്ടരാശ്ശേരി 62 വയസ്സുള്ള രാജനാണ് മരിച്ചത്. കൂലിപ്പണിക്കാരനായ രാജൻ ബുധനാഴ്ച രാവിലെ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്നും പോയതായിരുന്നു. വൈകിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് പലയിടത്തും അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. രാജനെ കാണാനില്ലെന്നറിയിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. ചാവക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കുന്നംകുളത്ത് KSEB ലൈൻമാന് സൂര്യാഘാതമേറ്റു. മുണ്ടൂർ ആണ്ടപ്പറമ്പ് സ്വദേശി നടുവിൽപ്പുരയ്ക്കൽ ശിവരാമനാണ് സൂര്യാഘാതമേറ്റത്. കഴുത്തിൽ പൊള്ളലേറ്റ ശിവരാമൻ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോഴാണ് സൂര്യാഘാതമാണെന്ന് സ്ഥിരീകരിച്ചത്. +2 പരീക്ഷകൾ സമാപിച്ചു. അവസാന പരീക്ഷയുടെ ചൂടൊഴിഞ്ഞ് വിദ്യാർത്ഥികൾ യാത്ര ചൊല്ലി. വിടവാങ്ങൽ പെൺകുട്ടികൾക്ക് കണ്ണീരിൻ്റെ നിമിഷങ്ങളായപ്പോൾ ആൺകുട്ടികൾ അതും ആഘോഷിച്ചു. പല നിറത്തിലുള്ള ചായം വാരിത്തേച്ചായിരുന്നു സന്തോഷത്തോടെയുള്ള വിട പറയൽ. ചായം പുരണ്ട യൂണിഫോമുകൾ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാനുള്ളതാണെന്ന് ഇവർ പറഞ്ഞു. വാക്കുകളിലൂടെ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ നിരീക്ഷണമാണ് കുഞ്ഞുണ്ണി കവിതകളിലൂടെ പ്രകടമാകുന്നതെന്ന് ഡോക്ടർ M. ലീലാവതി പറഞ്ഞു. കുഞ്ഞുണ്ണി മാഷിന്റെ 9ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സ്മാരക സമിതി സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങും സാഹിത്യ പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ലീലാവതി. തന്റേതായ ഇല്ലായ്മകളെ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാൻ കുഞ്ഞുണ്ണി മാഷ് ധൈര്യം കാണിച്ചു. പ്രസന്നമായ രീതിയിൽ ജീവിതത്തെ സമീപിക്കുന്നതോടൊപ്പം തീക്ഷണമായ രീതിയിൽ വിമർശിക്കുന്നതും കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളുടെ പ്രത്യേകതയാണ്. ചെറിയ വാക്കുകളിലൂടെ വലിയ സത്യങ്ങളാണ് കുഞ്ഞുണ്ണി മാഷ് വിളിച്ചോതിയതെന്നും ഡോക്ടർ M. ലീലാവതി പറഞ്ഞു. മലയാള കാവ്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കുഞ്ഞുണ്ണി മാഷ് സാഹിത്യ പുരസ്കാരം മഹാകവി അക്കിത്തത്തിനും ബാലസാഹിത്യ മേഖലയിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള കുഞ്ഞുണ്ണി മാഷ് ബാലസാഹിത്യ പുരസ്കാരം KV സുമംഗലയ്ക്കും ലീലാവതി സമർപ്പിച്ചു. ബാലചന്ദ്രൻ വടക്കേടത്ത് അധ്യക്ഷനായിരുന്നു. സാഹിത്യകാരൻ ഹിരണ്യൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സ്മാരക സമിതി സെക്രട്ടറി K. ദിലീപ് കുമാർ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ്, CK കുട്ടൻ, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് എന്നിവർ സംസാരിച്ചു. കുഞ്ഞുണ്ണി മാഷ് പ്രതിഭാ പുരസ്കാരങ്ങളുടെ സംസ്ഥാന റവന്യൂ ജില്ലാ വിതരണവും M. ലീലാവതി നിർവഹിച്ചു. പുരസ്കാര ജേതാക്കൾ കവിതാലാപനവും നടത്തി. അനുസ്മരണത്തോടനുബന്ധിച്ച് മാഷിന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് കവിയരങ്ങും നടന്നു. TCV ന്യൂസ്, തൃപ്രയാർ.
PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റണമോ എന്ന് തീരുമാനിക്കേണ്ടത് ജോർജിന്റെ പാർട്ടിയാണെന്ന് കെ മുരളീധരൻ MLA അഭിപ്രായപ്പെട്ടു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുന്നണിക്ക് യോജിക്കാത്ത നിലപാടാണ് PC ജോർജിന്റേത്. ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് PC ജോർജിനെ മാറ്റണമോ എന്നും അദ്ദേഹത്തിന്റെ പാർട്ടിയും KM മാണിയും തീരുമാനിച്ചാൽ അക്കാര്യം UDF പരിഗണിച്ച് ഉചിതമായ തീരുമാനമെടുക്കും. മുന്നണിക്ക് യോജിക്കാത്ത നിലപാടാണെങ്കിലും ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടി ഇത്രയും കാലം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. അതിനാലാണ് അദ്ദേഹത്തിന് തുടരാൻ അവസരം ലഭിച്ചതെന്നും മുരളീധരൻ പറഞ്ഞു. വെക്കുന്നത് നീക്കം ചെയ്യാനൊക്കെ UDFന്റെ തീരുമാനം അനുസരിച്ചാണ് ചെയ്യുക. അപ്പോൾ പാർട്ടി അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റില്ല. ഒഫീഷ്യലായിട്ട് കേരള കോൺഗ്രസ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അങ്ങനെ ഡിക്ലെയർ ചെയ്താൽ സ്വാഭാവികമായിട്ട് UDF അത് പരിഗണിക്കും. പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ചാണ് UDF തീരുമാനമെടുക്കുന്നത്. ആടിനെ പട്ടിയാക്കുന്ന നിലപാട് LDF തിരുത്തിയില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ ജനം തിരിച്ചടി നൽകുമെന്ന് കെ മുരളീധരൻ MLA പറഞ്ഞു. നിയമസഭയിൽ പ്രതിപക്ഷ MLAമാർ നടത്തിയ അതിക്രമത്തിനെതിരെ തൃശൂരിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബജറ്റ് അവതരണ മേളയിലുണ്ടായ അതിക്രമങ്ങൾ സംബന്ധിച്ച് പ്രതിപക്ഷം കള്ളക്കഥകൾ മെനയുന്നു. ഇത് സംബന്ധിച്ച് ഗവർണർ നടത്തിയ 356 വകുപ്പ് പ്രയോഗം LDFനെ അമ്പലപ്പുഴ പാൽപ്പായസമായി മാറിയിരിക്കുകയാണ്. VS അച്യുതാനന്ദനെ സഭയിൽ മത്തായിയുടെ സുവിശേഷം വായിക്കേണ്ട ഗതികേടാണ്. പാർട്ടിയിൽ നിന്നും പുറത്തു പോകേണ്ട അവസ്ഥയിൽ കഴിയുന്ന VS വനിതാ MLAമാരെ കൂട്ടുപിടിച്ച് കള്ളക്കഥ മെനയുകയാണെന്നും മുരളീധരൻ പറഞ്ഞു. UDF ജില്ലാ കൺവീനർ ജോസഫ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി, MLAമാരായ PM മാധവൻ, MP വിൻസെന്റ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ CP ജോൺ, CH റഷീദ്, മുൻ മന്ത്രി KP വിശ്വനാഥൻ, മേയർ രാജൻ ജയപ്പല്ലൻ, മുൻ MP KP ധനപാലൻ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V ബാലറാം തുടങ്ങി നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. കാർഷിക സംസ്കൃതിയുടെ പ്രാധാന്യം ചിത്രങ്ങളിൽ ആവിഷ്കരിച്ച് പാറമേക്കാവ് വിദ്യാമന്ദിറിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു. ഓർഗാനിക് ന്യൂവൽസസ് എന്ന പേരിൽ ലളിതകലാ അക്കാദമിയിൽ നടത്തുന്ന ചിത്ര പ്രദർശനത്തിൽ 37 വിദ്യാർത്ഥികൾ രചിച്ച 67 ചിത്രങ്ങളാണ് അണിനിരത്തിയിട്ടുള്ളത്. LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ അക്രലിക്, വാട്ടർ കളർ എന്നിവയിൽ ആവിഷ്കരിച്ച ചിത്രങ്ങളാണ് പ്രദർശനത്തെ ശ്രദ്ധേയമാക്കുന്നത്. നഷ്ടമായ ഹരിതസമൃദ്ധി തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളും മട്ടുപ്പാവ് കൃഷി അടക്കമുള്ള പുതിയ സാധ്യതകളും പഴയ നാട്ടുചിന്തകളും എൻഡോസൾഫാൻ അടക്കമുള്ള കീടനാശിനികൾ ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളുമെല്ലാം ചിത്രങ്ങളിലൂടെ വരച്ചു കാട്ടുകയാണ് വിദ്യാർത്ഥികൾ. വിഷരഹിത പച്ചക്കറി കൃഷി എന്ന ആശയം ആവിഷ്കരിച്ച ഇൻസ്റ്റലേഷനും പ്രദർശനത്തിലുണ്ട്. മണ്ണുത്തി അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റർ മേധാവി പ്രൊഫസർ ജയകുമാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് K മനോഹരൻ, പ്രിൻസിപ്പൽ കല്യാണി ബാലകൃഷ്ണ, പ്രോഗ്രാം കോർഡിനേറ്റർ ഷൈൻ കരുണാകരൻ എന്നിവർ പങ്കെടുത്തു. ചിത്ര പ്രദർശനം ഈ മാസം 29 വരെ നീണ്ടു നിൽക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭവനരഹിതർക്ക് 5465 വീടുകൾ നിർമ്മിച്ചു നൽകാൻ ജില്ലാ പഞ്ചായത്ത് ബജറ്റിൽ പദ്ധതി. ബജറ്റിൽ പുതിയ പദ്ധതികൾ ഒന്നുമില്ലെന്ന് പ്രതിപക്ഷം. തൃശൂരിന്റെ മുഖച്ഛായ മാറ്റുന്ന 185 കോടിയുടെ 5 പദ്ധതികൾക്ക് സർക്കാർ അംഗീകാരം നൽകിയതായി മേയർ രാജൻ ജയപ്പല്ലൻ. കോർപ്പറേഷൻ ബജറ്റിൽ ഏറെ സ്ഥാനം പിടിച്ചത് നേരത്തെ ചർച്ച ചെയ്തതും പ്രഖ്യാപിച്ചതുമായ പദ്ധതികൾ. കയ്പമംഗലത്ത് ഇടഞ്ഞ ആന പാപ്പാനെ കുത്തിക്കൊന്നു. കിണാശ്ശേരി പൂക്കോട്ടുകാവ് സ്വദേശി ശിവശങ്കരനാണ് മരിച്ചത്. ഇടഞ്ഞ ആന ക്ഷേത്രത്തിന് സമീപം നിർത്തിയിരുന്ന വാഹനങ്ങളും തകർത്തു. ജനതാദൾ യു നാട്ടിക മണ്ഡലം പ്രസിഡന്റ് ദീപക്കിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളും വലയിലായി. പ്രതികളുടെ അറസ്റ്റ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തും. കാണിപ്പയ്യൂരിൽ പെന്തക്കോസ്ത് സഭയുടെ പ്രാർത്ഥനാലയത്തിന് നേരെ ആക്രമണവും തീവയ്പും. കെട്ടിടത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന മാരുതി കാറും 2 ബൈക്കുകളും കത്തിനശിച്ചു. ലോകകപ്പിൽ നിന്ന് ഇന്ത്യ പുറത്തായി. 95 റൺസിന് ഇന്ത്യ ഓസ്ട്രേലിയയ്ക്ക് മുന്നിൽ കീഴടങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.